മുമ്പ് പറഞ്ഞ ആൽബർട്ട് ഐൻസ്റ്റീന്, ഐസക് ന്യൂട്ടന്, ഗ്രിഗർ മെൻഡല്, മൈക്കൽ ഫാരഡെ, ജോണസ് കെപ്ലർ ഇതുപോലെ ആയിത്തീരാൻ യേശുവിനെ വിശ്വസിച്ചാൽ സാധിക്കും, ആത്മീയത വിശ്വസിച്ചാൽ സാധിക്കും, ബൈബിൾ വിശ്വസിച്ചാൽ സാധിക്കും. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഇരുമ്പ് കോടാലി വെള്ളത്തിൽ പോയി ആ ഇരുമ്പ് കോടാലിയെ ഇതൊന്നും ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റുന്നതല്ല. നിന്റെ ശാസ്ത്രവും കൊണ്ടിരുന്നാൽ ഒരു കാര്യവും നടക്കാൻ പോകുന്നു. എല്ലാരും വിളിച്ചു. കാരണം വെള്ളം, ലിസൺ ടു മീ, തടി വെള്ളത്തിന്റെ മേളിലിട്ടാൽ തടി പൊങ്ങിക്കിടക്കും, ഇരുമ്പ് വെള്ളത്തിലിട്ടാൽ ഇരുമ്പ് താണു പോകും. നമുക്കറിയാലോ. പക്ഷേ ദൈവരാജ്യത്തിൽ എല്ലാം ഓപ്പോസിറ്റ് ആണ്. തടി മുറിച്ച് വെള്ളത്തിലിട്ടപ്പോൾ ഇരുമ്പ് കോടാലി പൊങ്ങി വന്നു. അടിപൊളി. ഞാൻ ഐ സ്പെഷ്യലിസ്റ്റ്. നീ ഐ സ്പെഷ്യലിസ്റ്റ് കാണാൻ വന്നതാ. ഈ ഭിത്തിയുടെ അവിടെ വരെ കാണാം, ഈ തൂണിന്റെ അവിടെ വരെ, ഇവിടെ വരെ എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. ഇവിടെ വരെയല്ലേ കാണത്തുള്ളൂ. ഇത് മതി, ഇത് ധാരാളം മതി. യേശുവിന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം വ്യാപരിച്ചു കഴിഞ്ഞതിനാ നന്ദി പറയുന്നു. ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ നന്ദി പറയുന്നു. ഇവിടെ വരെ കാണാം, ഇപ്പൊ കാണാം, ഇപ്പൊ കാണാം, ഇപ്പൊ കാണാം, ഇപ്പോഴും കാണാം, ഇപ്പൊ കാണാം. പോരാ പോരാ, എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാള്. ഇവിടെ വരെ കാണാം. നേരത്തെ ഇവിടെ വരെ ഉള്ളത് ഇപ്പൊ ഇവിടെ വരെ ആണോ? ഭയങ്കര സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. തെളിഞ്ഞു വന്ന് കുറച്ചുകൂടെ. യേശു ജീവിക്കുന്നു. സമ്പൂർണ്ണ ചാറ്റരുട ബന്ദർക്ക ബച്ചേ.